ഒരു തീവണ്ടിപ്പാളവും റോഡും കൂടെ സന്ധിക്കുന്ന സ്ഥാനത്ത് കാവൽ നിന്നിരുന്ന ഒരു തീവണ്ടി ജോലിക്കാരൻ ഒരു ദിവസം അർദ്ധരാത്രിയിൽ ശീഘ്രഗതിയിൽ പാഞ്ഞെടുക്കുന്ന തീവണ്ടിയും അതിന് എതിരായി ഓടിവരുന്ന ഒരു മോട്ടോർ വാഹനവും കണ്ട് ബന്ധപ്പെട്ട് അപകട സൂചന കൊടുക്കുന്ന റാന്തൽ വിളക്ക് ഉയർത്തി വീശി. പക്ഷേ വലിയ അത്യാഹിതം സംഭവിക്കുക തന്നെ ചെയ്തു. ആ മോട്ടോർ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ കൊല്ലപ്പെടുവാനിടയായി. അതിനെ തുടർന്ന് ഈ കാവൽക്കാരന്റെ മേൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. അവനെ വിസ്തരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാദിഭാഗം വക്കീൽ ചോദിച്ചു, നീ ആ സംഭവം നടന്ന സമയത്ത് അപകട സൂചന നൽകുന്ന വിളക്ക് ഉയർത്തിപ്പിടിച്ചുവോ? അവൻ ഉത്തരം പറഞ്ഞു, ഉവ്വ്, എനിക്ക് കഴിയും വിധത്തിൽ ഉയർത്തി തന്നെ പിടിച്ചിരുന്നു. കേസ് അവന് അനുകൂലമായി വിധിച്ചു. അവൻ ശിക്ഷ കൂടാതെ കോർട്ടിൽ നിന്നിറങ്ങി. അപ്പോൾ അവന്റെ വക്കീൽ അവനോട് രഹസ്യമായി ചോദിച്ചു, നീ വാസ്തവത്തിൽ വിളക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നുവോ? അവൻ പറഞ്ഞു, സാർ, ഞാൻ വിളക്ക് ഉയർത്തിപ്പിടിച്ചെന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ വിളക്ക് കത്തിച്ചിരുന്നില്ല. കാരണം എന്റെ പരിഭ്രമത്തിൽ ഞാൻ അക്കാര്യം മറന്നുപോയിരുന്നു. വാദിഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞാൻ ശിക്ഷിക്കപ്പെടുമായിരുന്നു. പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങളുണ്ട്. പലരും കത്തിക്കാത്ത വിളക്കുകൾ ഉയർത്തുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല.